അമേരിക്കയിൽ പബ്ലിക് പോളിസി പഠിക്കാൻ ശശി തരൂരിന് ശേഷം ഭാഗ്യം സിദ്ധിച്ച കുട്ടികളിൽ ഒരാളാണ്. കുട്ടികൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്, മുഖ്യമന്ത്രിക്ക് കഴിവുകേട് ഉള്ളതുകൊണ്ടാണ്. വീട്ടിലെ മുഴുവൻ പ്രാരാബ്ദങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു കരുത്തയായിട്ടുള്ള സ്ത്രീയായിട്ടാണ് ഞാൻ എന്നെ അമ്മയെ നോക്കി കാണുന്നത്. 90 വയസ്സ് കഴിഞ്ഞു അമ്മയ്ക്ക്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയായിരിക്കണം ഓരോ ദിവസവും ജീവിക്കേണ്ടത്, എന്തായിരിക്കണം MP പാർലമെന്റിൽ പറയേണ്ടത്, ഇത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ശോഭാ സുരേന്ദ്രന്റെ താല്പര്യമായിരിക്കില്ല. എൻ്റെ പാർലമെന്റിനെ നിയന്ത്രിക്കുന്നത് ഒരു ജനസഭയായിരിക്കും. വീടില്ലാത്ത മുഴുവൻ പാവങ്ങളുടെയും ലിസ്റ്റുകൾ അത് ഞാൻ എടുക്കും, അവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്യും, ആ പദ്ധതി ഞാൻ ഇവിടെ നടപ്പിലാക്കും. സ്ത്രീകൾ, പെൺകുട്ടികൾ കുറെ കൂടി പൊതുനിരത്തിലേക്ക്, പൊതു മണ്ഡലത്തിലേക്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരണം. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നാരീശക്തി സങ്കല്പങ്ങളുടെ പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കാവുന്നതും കാപ്പട്യമില്ലാത്ത സ്നേഹം കൊണ്ടും സത്യസന്ധത കൊണ്ടും ലാളിത്യം കൊണ്ടും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സാധാരണക്കാരിയായ ശോഭ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി, ആദ്യം തന്നെ ഒന്ന് ചോദിക്കട്ടെ, ഈ ചങ്കൂറ്റം ആരുടെ എന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ചേച്ചിക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും എൻ്റെ അമ്മയിൽ നിന്നായിരിക്കണം. കാരണം വളരെ ശക്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് ക്ലാസ് മുറിയിൽ പോകാനോ പഠിക്കാനോ എഴുത്തും വായനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിലൂടെ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാൻ ആ ജീവിതയാത്രയിൽ എൻ്റെ അമ്മയ്ക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെയാണ് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നത്. അച്ഛൻ വളരെ ധാർമ്മികമായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. വലിയ കാര്യങ്ങൾ, അതായത് എഴുത്തും വായനയും ഇല്ലാത്ത ഒരാൾ ധർമ്മത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് കഥകളായിട്ടും അതുപോലെ തന്നെ അറിവ്, അവരുടെ ഉള്ളറിവ് വെച്ച് ജീവിതത്തിന്റെ ആ ഒരു കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ എനിക്ക് പകർന്നു തരാനായിട്ട് അമ്മയ്ക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അച്ഛൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ഒരു ചേച്ചി പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്നു. എൻ്റെ നേരെ മൂത്ത ആളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം പെട്ടെന്ന് ഒരു നിമിഷം എൻ്റെ അമ്മയുടെ കൈകളിലേക്ക് വരികയാണ്. അന്ന് അമ്മയ്ക്ക് 50 വയസ്സാണ് പ്രായം. അപ്പൊ അന്ന് മുതൽ അതെൻ്റെ അമ്മയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇപ്പോഴും 90 വയസ്സ് കഴിഞ്ഞു അമ്മയ്ക്ക്. പക്ഷേ ഇപ്പോഴും അമ്മ ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി 2-3 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കുകയാണ്. ഇപ്പൊ ഇന്നലെയും പോലും അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതായത് അത്രയും നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീ. ഇലക്ഷൻ പ്രചരണങ്ങൾ എവിടെ വരെ എത്തി? ഇല്ല, നല്ല രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും ആളുകൾക്കിടയിൽ അവരെ കൈപ്പിടിക്കാനും അവരോട് കാര്യങ്ങൾ പറയാനും, കാരണം 5 വർഷം കൂടുമ്പോൾ ഒരാളെ തെറ്റായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രദേശം, അവരുടെ ജീവിത മാർഗങ്ങളെല്ലാം വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും നരേന്ദ്രമോദിയുടെ 300-ലധികം വരുന്ന പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കാൻ അതിശക്തമായിട്ടുള്ള ആശീർവാദം നൽകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ഓരോ വീടുകൾക്കകത്തും സാമുദായിക നേതാക്കന്മാർക്കിടയിലും ഒക്കെ ചെന്ന്, ഈവൻ കുടുംബശ്രീക്കകത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോകുന്ന അമ്മമാരോടെല്ലാം പറഞ്ഞ് ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ കുറിച്ച് അവരോട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള കഠിന പ്രയത്നമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം തിരുവനന്തപുരം മുതൽ ഒന്ന് എണ്ണിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും സ്ത്രീ ആയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല. ഭാരതീയ ജനതാ പാർട്ടിക്കും ആലപ്പുഴ വരെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയുണ്ട്. ഞങ്ങൾക്ക് 5 സ്ത്രീ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ആകമാനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ കേരളത്തിന്റെ തെക്ക് മേഖലയിൽ മൊത്തം സ്ത്രീകളുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു സ്ത്രീ പ്രതിനിധി പോയാൽ പോണ്ടേ എന്ന ചോദ്യം ഇവിടുത്തെ അമ്മമാർ കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്കും കനത്ത പ്രതിഷേധമുണ്ട്. കോൺഗ്രസിനകത്തെയും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെയും സ്ത്രീകൾക്ക് പ്രതിഷേധമുണ്ട്. അവർക്ക് MLA-മാരാകാൻ വിജയിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നില്ല, MP ആകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല. അപ്പോൾ കുറെ വീടിനകത്ത് അമ്മയെയും സഹോദരിയെയും ഒക്കെ സ്നേഹിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിക്കുമെങ്കിൽ അവർ സ്ത്രീകളെ പൊതുരംഗത്തും അവർക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കണം. കാരണം അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത്. അതിന് സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ BJP ഇത്രയധികം സ്ത്രീ സൗഹൃദമായി കേരളത്തിൽ മാറിയിട്ടുള്ളത് ഇത്തവണ തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാരുടെ മനസ്സിനെ കുറെ കൂടി
ഞങ്ങളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം. അതിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞാൻ പറയാറുണ്ട്, കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റുകാരുടെയും അല്ലെങ്കിൽ ലീഗുകാരുടെയും ഒക്കെ വീടുകളിൽ നമ്മൾ എന്തിനാണ് കയറുന്നത് എന്നാണ് ഞാൻ ചോദിക്കാറ്, ഞാൻ നിൽക്കുന്ന പഴയ കാലത്ത്. പക്ഷെ ഇത്തവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ കോൺഗ്രസ്സുകാരെയും കാണണം, എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയും കാണണം. കാരണം മോദിയുടെ കൺസെപ്റ്റ് എന്താണ്? മോദിജിയുടെ ദൃഢനിശ്ചയമാണ് ഇന്ന് ആലപ്പുഴ പാർലമെന്റിൽ കാണുന്ന ഹൈവേയിൽ കാണുന്ന റോഡുകൾ. മോദിജിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകളെയും ഉയർത്താൻ തീരുമാനിച്ചതിന്റെ കൂട്ടത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി ഉയർത്തിയത് മോദിജിയുടെ പദ്ധതിയാണ്. അമൃത നഗരം പദ്ധതി എല്ലാ ഇടങ്ങളിലേക്കും കൊടുത്തതിന്റെ റിസൾട്ടാണ് ആലപ്പുഴ പാർലമെന്റിലേക്ക്. അല്ലാതെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ മുൻ MP എന്തെങ്കിലും ഒരു പ്രൊജക്ട് കൊടുത്തിട്ട് ഒരു പദ്ധതി പോലും ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ആലപ്പുഴ കാണുന്നത് മോദിജിയുടെ സമ്മാനം മാത്രമാണ്. എന്നാൽ സാർവത്രികമായ മേഖലയും അതുകൊണ്ടായില്ലല്ലോ. എല്ലാ മേഖലകളിലും ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന് അനുസൃതമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാകണം. വ്യവസായ മേഖലയിൽ ഉണർച്ചയുണ്ടാകണം, കാർഷിക മേഖലയിൽ ഉണ്ടാകണം, മത്സ്യപ്രവർത്തകർക്കിടയിൽ ഉണ്ടാകണം. എല്ലാം കൊണ്ട് പരിപൂർണ പരാജയത്തിൽ എത്തി നിൽക്കുന്ന ഒരു നാടിന്റെ ചുക്കാൻ പിടിക്കാൻ മോദിജിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഞാൻ പോയാൽ മതി എന്നുള്ള ഒരാഗ്രഹം അത് വോട്ടർമാരിൽ തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടായതായിട്ടാണ് എനിക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ചേച്ചി എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ? ഞാൻ തൃശ്ശൂരിലാണ് ജനിച്ചു വളർന്നത്. പക്ഷെ തൃശ്ശൂരിൽ ഞാൻ 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ആ 2 തെരഞ്ഞെടുപ്പുകളിലും വോട്ട് എനിക്ക് ഇരട്ടിയാക്കാനായിട്ട് ജനം അനുവാദം നൽകി. പിന്നീട് ഞാൻ പാലക്കാട് പോയി. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ട് 1.5 ലക്ഷം വോട്ടാക്കാൻ എനിക്ക് സാധിച്ചു. അവിടെ തന്നെ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചു. മൈനോറിറ്റി ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ വോട്ടിന് ഡബിൾ ആക്കിയിട്ട് പൊന്നാനി പോലുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോലും എനിക്ക് ജനങ്ങളിലേക്ക് എത്താൻ ശ്രമം നടത്തി അവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എറണാകുളം ബൈ ഇലക്ഷനിൽ ഞാൻ വോട്ട് ഡബിൾ ആക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എന്റെ പ്രവർത്തകരും ഞാനുമാണ്, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല. അതിനുശേഷം തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു നമ്മുടെ അനന്തപുരി എന്ന് പറഞ്ഞാൽ അവിടെയാണ് എപ്പോഴും തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്, വളരെയധികം നിരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആറ്റിങ്ങലിൽ മത്സരിച്ചു, 90,000 വോട്ട് 2.5 ലക്ഷമാക്കാൻ നമുക്ക് സാധിച്ചു. ആലപ്പുഴ എനിക്ക് വേറിട്ട ഒരു സ്ഥലമല്ല. ആലപ്പുഴ എനിക്ക് ഏറെ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ട്. കാരണം കർഷകർ കൂടുതലുണ്ട്, ദുരിതം കൂടുതലുണ്ട്, ദുരന്തം കൂടുതലുണ്ട്. അവിടുത്തെ അമ്മമാരുടെ കണ്ണുനീര് ഒപ്പണം എന്നുള്ളത് എൻ്റെ കൂടി പ്രതിജ്ഞയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആറ്റിങ്ങലിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ദൂരം വളരെ വലിയ ദൂരമായിട്ടൊന്നും തോന്നുന്നില്ല. മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. ആർക്കും എന്നെ ഒരു പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മൂവ്മെന്റുകളെല്ലാം തന്നെ ഇത്തവണ അത് റിസൾട്ടായി മാറും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ആലപ്പുഴയിലെ കയർ മേഖല നിത്യമായിട്ടുള്ള ദുരിതത്തിലാണ്. അപ്പൊ ഈ കേരം തിങ്ങും കേരള നാട് എന്ന് പറയുമ്പോൾ തന്നെ നാളികേരവും ചകിരിയും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അതിന്റെ അസംസ്കൃത വസ്തു പോലും കിട്ടാനില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടത്തി ബൂർഷകൾ ഇവിടെ വേണ്ട എന്ന് തീരുമാനമെടുത്ത് ഇവിടെ നിന്ന് പല ഫാക്ടറി മുതലാളിമാരും അവർ പൊള്ളാച്ചിയിലേക്കും തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും കുടിയേറി. അവരവിടെ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകം ആഗോള താപനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആലപ്പുഴക്കാരുടെ ഭൂവസ്ത്രമായിട്ടുള്ള കയറിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. അത് അവര് തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്ത് അയക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് കയർ ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ആലപ്പുഴയിൽ ഒരുക്കിക്കൂടാ? അത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം എന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ചെറിയ MSME സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ശ്രമം ഞാൻ അതിനു വേണ്ടിയിട്ട് നടത്തും. കയർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുമായിട്ട് കയർ ബോർഡ് ചെയർമാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലെ കയർ മേഖലയെ വളരെയധികം ത്വരിതഗതിയിൽ പുരോഗതിയുടെ പാതയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ, പ്രൊജക്ടുകൾ അതുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ അമ്മമാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വീടില്ലാത്ത ഒരുപാട് ആളുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഇവിടുത്തെ MP താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, മുൻപ് ജയിച്ചു പോയ ആൾ മന്ത്രിയായിരുന്നല്ലോ, ഒന്നും ആലപ്പുഴക്കാർക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, എനിക്ക് 3 വർഷം നിങ്ങൾ സമയം തരിക. 3 വർഷത്തിനുള്ളിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ലോകത്തിന്റെ മുന്നിൽ ഒരേ ഒരു മനുഷ്യൻ, ശ്രീമാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒരുമിച്ച് ചേർന്നപ്പോൾ ലോകത്തിന് മുന്നിൽ 5 വർഷം കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കാൻ സാധിച്ചു. 10 വർഷം കൊണ്ട് അത് വലിയ ദൂരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു നമ്മുടെ പുരോഗമനമെങ്കിൽ ഈ കുഞ്ഞു ആലപ്പുഴയെ 3 വർഷം കൊണ്ട് വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള ദൃഢപ്രതിജ്ഞയുമായിട്ട് അത് പ്രകടന പത്രികയിൽ കുറിച്ചുകൊണ്ടാണ് ഞാൻ രംഗത്ത് വരുന്നത്. വീടില്ലാത്ത മുഴുവൻ പാവങ്ങളുടെയും ലിസ്റ്റുകൾ അത് ഞാൻ എടുക്കും. അവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്യും. ആ പദ്ധതി ഞാൻ ഇവിടെ നടപ്പിലാക്കും. കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ജൽനൽ
പദ്ധതി അത് കൊണ്ടുവരും. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീടുകൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെക്കും. എന്നാൽ അതിനപ്പുറത്തുള്ള മാർഗങ്ങളും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. മറ്റൊന്ന്, പെൺകുട്ടികൾക്ക് 25,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടികളെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം അത് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും വരെ ഈ ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. ആലപ്പുഴയിലെ നെൽകർഷകരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ വിഷയം മടവീഴ്ചയാണ്. ഈ മടവീഴ്ച തടയണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം വേണം. അതിനും കാർഷിക മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തവര് അപ്പർ കുട്ടനാടിന്റെയും വിഷയം ചർച്ച ചെയ്ത്, അത് തൊട്ടപ്പുറത്തെ മണ്ഡലമാണ് ആവട്ടെ, പക്ഷെ ആലപ്പുഴ ജില്ലയ്ക്ക് ആകമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മാവേലിക്കരയിൽ മത്സരിക്കുന്ന എന്റെ സുഹൃത്തും ഞാനും ചേർന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയ്ക്ക് ആകമാനമായിട്ടുള്ള പ്രൊജക്ടുകൾ തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് സാധിക്കും. അതിനെനിക്ക് കുറെ കൂടി എളുപ്പമുണ്ട്. കാരണം വേണുഗോപാൽ ജയിച്ചു പോയാൽ നരേന്ദ്രമോദിക്കെതിരെ അവിടെ ഇരുന്നു കൊണ്ട് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരത്തിന്റെ ആഭാസം നടത്തുക എന്നുള്ളതല്ലാതെ ആലപ്പുഴയിലേക്ക് ഒരു വികസനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് മുൻ MP-യുടെ ഭാഗത്തു നിന്നും ഉള്ളത്. രണ്ടു കൂട്ടർക്കും വികസനം വരണം എന്നുള്ളതല്ല, മോദിയെ ഏതെങ്കിലും കാര്യത്തിൽ സൈഡ് ലൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വപ്നമാണ്. അതെന്തായാലും നടക്കില്ലല്ലോ. കഴിഞ്ഞ തവണ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ത് കരുതിയിട്ടാണ്? മോദിക്കെതിരായിട്ട് രാഹുൽ വരുമെന്നുള്ള പ്രചണ്ഡമായ പ്രചരണത്തിൽ വിശ്വസിച്ചു പോയ കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ അവർക്ക് വളരെ ബോധ്യം വന്നു. നരേന്ദ്രമോദി 400-ൽ പരം സീറ്റിന് വിജയിക്കാൻ പോകുന്നു, അദ്ദേഹം ഭരിക്കാൻ പോകുന്നു. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ, അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ അറിയുന്ന, എന്നാൽ സാധാരണക്കാരുടെ ദുരന്തവും ദുരിതവും അനുഭവിച്ചിട്ടുള്ള, പട്ടിണിയിലൂടെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടും കൂട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പോയാൽ മതി എന്നുള്ള ഒരു ചിന്ത വോട്ടർമാരിലുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ MP ആയിട്ടായിരിക്കും ഞാൻ ഇത്തവണ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ജയിച്ചാൽ പ്രവർത്തിക്കാൻ പോകുന്നത്. പൊതുവെ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ വരുന്നത് ചുരുക്കമാണ്. എന്തുകൊണ്ടായിരിക്കും ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ രാഷ്ട്രീയത്തിൽ ലിംഗവിവേചനം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ ഇന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10-20 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും ആവേശം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി കലഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് പൊതുമണ്ഡലത്തിൽ പോലും ആ കലഹം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ 33% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ഭരണഘടന അമെൻമെന്റ് വരുത്തി ശ്രീമാൻ ലാൽകൃഷ്ണ അദ്വാനിജിയും അതുപോലെ തന്നെ ഡോക്ടർ മുരളി മനോഹർ ജോഷിജിയും ഒക്കെ തലപ്പത്തിരിക്കുന്ന സമയത്ത് അതിന്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ ക്യാബിനറ്റ് മിനിസ്റ്റർ പൊസിഷൻ അത് സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് 6 ഡസനിലധികം വരുന്ന സ്ത്രീകൾ നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്തിന് കാണാൻ സാധിക്കുന്നത്. ബഹുദൂരമാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA രാജ്യത്ത് മുന്നോട്ട് പോകുന്നത്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾ കുറെ കൂടി പൊതുനിരത്തിലേക്ക്, പൊതു മണ്ഡലത്തിലേക്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരണം. കാരണം അവർ അറിവും പ്രാപ്തിയുമുള്ള ആളുകളാണ്. ഈ അറിവും പ്രാപ്തിയുമുള്ള ആളുകൾ കൂടി സഹകരിച്ച് കൈപ്പിടിച്ചുകൊണ്ട് നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ മാറ്റണമെന്നും, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്റെ പാർലമെന്റിനെ നിയന്ത്രിക്കുന്നത് ഒരു ജനസഭയായിരിക്കും. ആ ജനസഭയ്ക്കകത്ത് വിദ്യാർത്ഥികൾ ഉണ്ടാകും, കർഷകരുണ്ടാകും, അതിൽ ടെക്നോളജിസ്റ്റുകൾ ഉണ്ടാകും, അതിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒക്കെ പിറകെ പ്രവർത്തിച്ച, കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ദുരന്തം അനുഭവിക്കുന്ന മത്സ്യമേഖലയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ ഒരു സമുച്ചയമായിരിക്കും ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയായിരിക്കണം ഓരോ ദിവസവും ജീവിക്കേണ്ടത്, എന്തായിരിക്കണം MP പാർലമെന്റിൽ പറയേണ്ടത്, ഇത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ശോഭാ സുരേന്ദ്രന്റെ താല്പര്യമായിരിക്കില്ല, എന്റെ പാർട്ടിയുടെ കൂടി താല്പര്യമായിരിക്കില്ല, പൊതുജനങ്ങളുടെ താല്പര്യമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഫാമിലി മിക്സ് ചെയ്യാറുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ 2 മക്കളും, ഒരാൾ 25 വയസ്സ് കഴിഞ്ഞു, അയാൾ ശാസ്ത്രജ്ഞനാണ്. അയാൾ മെറിറ്റിൽ വലിയ മാർക്ക് വാങ്ങി, റാങ്ക് വാങ്ങിയിട്ട് ഡൽഹി IIT-യിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MTech അഡ്മിഷൻ കിട്ടിയ ആളാണ്. അത് കഴിഞ്ഞ് അവിടെ തന്നെ 6ാം റാങ്കും വാങ്ങിയിട്ട് അദ്ദേഹം ജർമ്മനിയിൽ ലെക്ചറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തു. അതിനെ തുടർന്ന് അമേരിക്കയിൽ പബ്ലിക് പോളിസി പഠിക്കാൻ ശശി തരൂരിന് ശേഷം ഭാഗ്യം സിദ്ധിച്ച കുട്ടികളിൽ ഒരാളാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് 18 വയസ്സ് മുതൽ അത്യധ്വാനം ചെയ്ത് അമ്മയെ നോക്കുന്ന ഒരു മകനാണ്. അദ്ദേഹത്തിന് നല്ല ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് എനിക്ക് വേണ്ടി, എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ ചെറിയ മോനാണ്, 21 വയസ്സ് കഴിഞ്ഞ് 22 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടിയും ചേട്ടന്റെ പാത തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പഠിക്കുകയും ഫുട്ബോൾ
വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രൈം മിനിസ്റ്ററുടെ പദ്ധതികളൊക്കെ വളരെയധികം മനസ്സിലാക്കി പഠിക്കുകയും ചെറുപ്പക്കാർക്കിടയിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ച് അത് സെൻട്രലിൽ കൊടുക്കുകയും അതിന്റെ ചില പോയിന്റുകൾ അവിടുത്തെ സ്പോർട്സിന്റെ കേന്ദ്രമന്ത്രിക്ക് ഇഷ്ടം വരികയും ചില കാര്യങ്ങളെല്ലാം ഗ്രാമപ്രദേശങ്ങളിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കാനൊക്കെ അണിയറയിൽ നിന്ന് എനിക്ക് സ്പോർട്സിനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന, എനിക്ക് രാഷ്ട്രീയത്തെ പോലെ അത്ര വലിയ അവഗാഹമൊന്നും സ്പോർട്സിൽ ഇല്ലായിരുന്നു. ആ സ്പോർട്സിൽ അവഗാഹം ഉണ്ടാക്കി തന്നത് എന്റെ ചെറിയ മകനാണ്. അപ്പോൾ അവൻ പ്ലേസ്മെന്റിൽ തന്നെ കോളേജിൽ നിന്ന് തന്നെ വലിയ ജോലിക്ക് പോകാൻ സാധിച്ചു. അപ്പൊ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എന്നെ പോലെയുള്ള ഒരാൾക്ക് കുട്ടികളുടെ സപ്പോർട്ട് ആണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. ആ സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് എന്നാൽ തൃപ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി 100% അർപ്പിക്കുന്ന ഒരാൾക്ക് എല്ലാ രീതിയിലും ചിലപ്പോൾ സന്തോഷം കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമന്റുകൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ എന്തുകൊണ്ട് അവര് ജോലി നോക്കുന്നില്ല, വിദേശത്ത് പോയി ജോലി നോക്കുന്നു, കണ്ടായിരുന്നു? ഇന്ത്യയിൽ ജോലി നോക്കുന്നുണ്ട് ആളുകൾ, കേരളത്തിൽ ആളുകൾ ജോലി നോക്കുന്നില്ല. കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാര്, അതായത് ഇവിടെ തന്നെ ജോലിക്ക് വരുന്നത് ആരാണ്? ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ. അതിന്റെ പുറകിൽ ബംഗാളികളായി ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന തീവ്രവാദ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നല്ല ജോലി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് കേരളത്തെ സിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി മാറ്റാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവിഷ്കരിച്ചു കൊടുത്തിട്ടും 20 സുവർണ കോറിഡോറുകൾ പ്രഖ്യാപിച്ചിട്ടും അതൊന്നും നേടിയെടുക്കാനോ പണി നടത്താനോ സ്ഥലം ഏറ്റെടുക്കാനോ സാധിക്കാതെ വലിയ ഒരു മുഖം തിരിഞ്ഞ് നിൽപ്പാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കുട്ടികൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇവിടത്തെ ഭരണകൂടത്തിന്, മുഖ്യമന്ത്രിക്ക് കഴിവുകേട് ഉള്ളത് കൊണ്ടാണ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MLA-മാർ കേരള നിയമസഭയില് ഒരു പോരാട്ടം നടത്തുന്നതായി നമ്മളെ ബോധ്യപ്പെടുത്തുകയും എല്ലാ കാര്യങ്ങളിലും അവർ അണിയറയിൽ ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട് നന്നാവാത്തത്. ഇതിനെ മാറ്റിമറിക്കേണ്ട കാലമായി. പാർലമെന്റിൽ ഇവിടെ നിന്ന് ജയിച്ച് ഞങ്ങൾ കുറച്ചുപേർ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പണി തുടങ്ങുകയായി. കാരണം ഇവിടെ MLA-മാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള പണിയും പ്രവർത്തനവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കൂട്ടത്തിൽ തന്നെ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിനനുസൃതമായിട്ടുള്ള പരിപാടിയും പ്രവർത്തനവുമാണ് താഴെത്തട്ടിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി പഠിച്ചപ്പോഴുള്ള രാഷ്ട്രീയവും കലാലയ രാഷ്ട്രീയവും ഇപ്പോൾ ഉള്ള രാഷ്ട്രീയവും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടോ? അല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ചുമതലക്കാരിയായിരുന്നു. അന്ന് വളരെ കുറഞ്ഞ ആളുകളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികള് കലാലയത്തില് നേരിട്ട് പ്രവർത്തിക്കാനും ഇടപഴകാനും ഒക്കെ സാധിച്ചില്ല. ഞങ്ങൾ ആകെ ആ കോളേജിൽ 3 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒരു രശ്മി, ഷീന, അന്ന് ഞാൻ എന്റെ ശോഭന എന്നാണ് എന്റെ സർട്ടിഫിക്കറ്റിലെ പേര്. എല്ലാവരും വിളിച്ച് ശോഭയായതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുമാണ് കോളേജിനകത്ത് ആ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വലിയ മാറ്റം വന്നു. കുറെ കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശുദ്ധതയുള്ളതായിരിക്കണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് SFI എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അവരിൽ പലരും മയക്കുമരുന്നിന് അടിമകളാണ്. അപ്പൊ അവരുടെ അമ്മയ്ക്കും അച്ഛനും ഇതിൽ വേദനയുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ ജപിക്കുന്നില്ല, അവർ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരുടെ യൂണിയൻ നേതാക്കൾ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ KSUവിന്റെ പിള്ളേരെ, കുട്ടികളെ ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ച് പൊട്ടിച്ച സമയത്ത് പിണറായി വിജയൻ തന്നെ പറയുകയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്, SFIയുടെ DYFIയുടെ ഗുണ്ടകള് അവർ നടത്തിയിട്ടുള്ളത് എന്താണ്? ജനസേവനമാണ് എന്നുള്ള അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നു, മുഖ്യമന്ത്രി തന്നെ അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനോട് പറയുന്നത്, മോൻ ഇതിലൊന്നും ഇടപെടണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കണ്ട, ഇത് ചൂവല്ല എന്ന് പറഞ്ഞ് ആ മകനെ തടഞ്ഞു നിർത്തി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കി കൊടുക്കുകയാണ്. മകള് വീണ ഇന്ന് വരെ ഒരു ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നത് ഇവിടുത്തെ SFIയുടെ പിള്ളേര് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ DYFIക്കാർ കണ്ടിട്ടില്ല. എന്നാൽ ആർഷോ പോലീസ് ഓഫീസറോട് കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കഴുകിയിരിക്കണം എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ കേരളത്തിന്റെ മുന്നിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കുകയാണ്. ആര് കൊടുത്തു ഇതിന് അവകാശം? സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ കോളേജിനകത്തിട്ട് ആ അമ്മയുടെ കണ്ണീര് തുറന്നിട്ടുണ്ട്. നമുക്ക് പോലും അത് ആലോചിക്കുന്ന സമയത്ത് നീറുന്ന വ്യതയാണ് സിദ്ധാർത്ഥൻ. ആ സിദ്ധാർത്ഥനെ ചവിട്ടി കൂട്ടി കുടിവെള്ളം പോലും കൊടുക്കാതെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയവനെ തള്ളിപ്പറയാൻ പോലും സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ SFI DYFIയുടെ ഗുണ്ടകളെ ക്രിയേറ്റ് ചെയ്യുന്ന പിണറായി വിജയനെതിരായിട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ
പ്രസ്ഥാനത്തിന് ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷ്ണപിള്ളയും AK ഗോപാലനും EN ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇവരുടെ തൊഴിലാളി സംഘടനകളോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും പറഞ്ഞ മുദ്രാവാക്യം ഇതായിരുന്നില്ല. അതിനെ പാടെ മാറ്റിമറിച്ച പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ ജനവിധിയാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്ന യുവതി യുവാക്കളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എനിക്ക് അവരെല്ലാം രാഷ്ട്രീയത്തിൽ പെട്ടുപോയ ഇപ്പൊ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള കുട്ടികളുണ്ട്. വലിയ മയക്കുമരുന്ന് കച്ചവടമാണ് ആലപ്പുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. എനിക്ക് ആ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ 5 വർഷത്തിലൊരിക്കൽ നിങ്ങൾ വിനിയോഗിക്കുന്ന ഈ വോട്ട് അത് ധർമ്മത്തിന്റെ പക്ഷത്ത് നിങ്ങൾ വിനിയോഗിക്കണം. നമുക്ക് ഈ നാടിനെ മാറ്റണം. നിങ്ങൾ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് ശോഭ ചേച്ചിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കണം. കാരണം മോദിജിയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഉയർച്ചകളും ഈ രാജ്യത്തുണ്ടാക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം നമ്മൾ ലോകരാജ്യങ്ങളിൽ 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആളുകളായിട്ട് നിങ്ങൾക്ക് കൂടി പെരുമാറാനുള്ള വ്യവഹരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ നിന്നാൽ ആലപ്പുഴയെ നമുക്ക് പഴയ പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് കിഴക്കന്റെ വെനീസാക്കി മാറ്റാം. അതിന് ഞാനൊരു സേവകയെ പോലെ, നിങ്ങളുടെ പണിക്കാരിയെ പോലെ ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ടാകും. ആ പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് എന്റെ മക്കൾ എന്നോടൊപ്പം കൈ ചേർത്ത് പിടിക്കണം. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ആലപ്പുഴയിലെ ജനങ്ങളോട് എന്താണ് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും ജനങ്ങളോട്, ഈ ആലപ്പുഴ പാർലമെന്റിലെ ദുരന്തം അനുഭവിക്കുന്ന വ്യവസായ പ്രമുഖന്മാർ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തിന്റെ മുന്നിൽ ഭാരതം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യവസായ വളർച്ചയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടണം. ഇവിടുത്തെ തൊഴിലാളികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. കടലോര മേഖലയിൽ ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, 10 ലക്ഷം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പുറത്തു പോയി 3 സെന്റ് ഭൂമി വാങ്ങിക്കാൻ എനിക്ക് ഗതിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കടലോരത്തെ കവർന്നെടുക്കുന്ന കരിമണൽ കർത്തമാരെ ഇവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കേണ്ടതുണ്ട്. അതിന് ഇവിടുത്തെ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം, അത് ജനാധിപത്യ ശക്തികൾ എന്നോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് ഒരുമിച്ച് നടത്തണം എന്നുകൂടി സൂചന നൽകിക്കൊണ്ട്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശം ഇന്ത്യയുടെ ഏറ്റവും സുശോഭിതനായിട്ടുള്ള പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കാൻ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരവസരം നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള, അനുജത്തിയായ, മകളായിട്ടുള്ള എനിക്ക് നൽകണം എന്നുള്ളതാണ് ഞാൻ അവരുടെ മുന്നിൽ വെക്കുന്ന നിവേദനം. ഇത്രയും നേരം നമ്മളൊപ്പം സമയം ചെലവഴിച്ച ശോഭ ചേച്ചിക്ക് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ വിജയാശംസകൾ നേരുന്നു. ഭാവിയിൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയായിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. ഇതിന്റെ പ്രേക്ഷകർ, അതായത് ഈ മാധ്യമത്തിലൂടെ കാണുന്ന മുഴുവൻ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ. വിഷുവിന്റെ പുലരിയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. എല്ലാ ആശംസകളും. ഇതുപോലെ കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും, അതിനെന്താണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ ശോഭേച്ചി കേന്ദ്രമന്ത്രിയായിട്ടും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലക്കാരിയായിട്ടും പ്രവർത്തിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു. കേന്ദ്രമന്ത്രിയാകുക എന്നുള്ളത് അതിപ്പോ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് വിജയിച്ചു പോകുന്ന സമയത്ത് അത് അഖിലേന്ത്യാ തലത്തിലുള്ളവരും സംസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ് ഈ വിഷയം ആദ്യം ജനങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് വരാൻ പോകുന്ന സമയമാണ്. അതിനും ഞാൻ കാണുന്നത് സ്ഥിതപ്രജ്ഞതയാണ്. അതായത് ഏതൊരു ചുമതലയിൽ ഇരിക്കുമ്പോഴും ലാളിത്യത്തോടുകൂടി ധാർമ്മികമായിട്ട് നിൽക്കുക, സ്വഭാവത്തിൽ മാറ്റം വരുത്താതിരിക്കുക എന്നുള്ളതാണ്. ആ ക്വാളിറ്റി ഇത്രയും കാലം സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെന്റെ ജീവിതാവസാനം വരെ ഈ യാത്രയിൽ ഉണ്ടാകും എന്നുള്ളതാണ്.